നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള 3 അപ്ഡേറ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഇതിൽ മൂന്നാമത്തെ അപ്ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം വേറൊന്നുമല്ല, നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കുറെ സ്ട്രഗിൾ ചെയ്തു, വ്യൂവും വരുന്നില്ല, ഏണിംഗ്സും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. അപ്പോൾ മൂന്നാമത്തെ അപ്ഡേറ്റ് എന്താണെന്നുള്ളത് കാണാൻ മറക്കണ്ട. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. ഈ വീഡിയോയ്ക്ക് ഒരു 1000 ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിന്റെ ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് പറയാം. അതായത് നമുക്കറിയാം, കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അപ്ഡേറ്റ് വരുന്നു എന്നും പറഞ്ഞൊരു ന്യൂസ് വന്നിരുന്നു. യൂട്യൂബിൽ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് നമുക്ക് 3 തമ്പനെയിൽസ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ. അപ്പൊ ഇതിൽ നമ്മൾ 3 തമ്പനെയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു തമ്പനെയിലായിരിക്കും യൂട്യൂബ് ഫിക്സ് ചെയ്യുന്നത്. അതായത് ഒന്നുകിൽ യൂട്യൂബിന് ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. അതായത് 3 തമ്പനെയിൽ കൊടുത്ത് ഈ 3 തമ്പനെയിലും നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയി കഴിയുമ്പോൾ 3 തമ്പനെയിലും യൂട്യൂബ് ഇംപ്രഷനിൽ കാണിക്കും. അതിൽ ഏറ്റവും കൂടുതൽ ഏത് തമ്പനെയിലാണോ ക്ലിക്ക് വരുന്നത് ആ തമ്പനെയിൽ നിന്ന് എത്ര CTR കിട്ടുന്നത്, അതായത് ഇംപ്രഷൻ ത്രൂ ക്ലിക്ക് റേറ്റ് ഏത് തമ്പനെയിലാണോ കൂടുതൽ ആ തമ്പനെയിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് കുറെ ദിവസങ്ങളായിട്ട് പറയുന്നുണ്ട്. ഈ അപ്ഡേറ്റ് ഇന്ന് വരും, നാളെ വരുമെന്ന്. എന്നാൽ ഇപ്പോൾ ഫൈനലി യൂട്യൂബ് ഈ ഒരു അപ്ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഈ വരുന്ന 2 മാസത്തിനുള്ളിൽ, അതായത് ജൂൺ ജൂലൈയിൽ ഈ അപ്ഡേറ്റ് ലോഞ്ച് ആവും. എല്ലാ യൂസേഴ്സിനും ഇത് ലഭിക്കും. ഇപ്പം കുറെ സെലക്ടഡ് ആയിട്ടുള്ള ബീറ്റ ടെസ്റ്റേഴ്സിന് മാത്രമേ ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. പക്ഷെങ്കിൽ അടുത്ത മാസം തൊട്ട് അല്ലെങ്കിൽ അതിന്റെ അടുത്ത മാസം തൊട്ട് ഈ ഒരു ഫീച്ചർ എല്ലാ ക്രിയേറ്റേഴ്സിനും നിങ്ങളുടെ വീഡിയോകളിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എനിക്ക് പേഴ്സണലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഫീച്ചറാണിത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. രണ്ടാമത്തെ അപ്ഡേറ്റ്, യൂട്യൂബ് ഷോപ്പിംഗ് ടാബ് നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഫീച്ചറൂടെ യൂട്യൂബ് ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്തിരിക്കുകയാണ്. യൂട്യൂബ് ഷോപ്പിംഗിൽ, അതായത് നമ്മുടെ വീഡിയോകൾക്കുള്ളിൽ യൂട്യൂബ് ഷോപ്പിംഗ് ടാബിൽ നമുക്ക് പല പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ വീഡിയോയിൽ കാണിക്കുകയും ആളുകൾ അത് ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് കമ്മീഷൻ കിട്ടുകയും ചെയ്യും. അപ്പൊ ഇതിലേക്ക് യൂട്യൂബ് പുതിയൊരു ഫീച്ചറൂടെ ആഡ് ചെയ്തു, ഷോപ്പിംഗ് ഹബ് അല്ലെങ്കിൽ അഫിലിയേറ്റ് ഹബ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ അഫിലിയേറ്റ് ഹബിൽ കുറെ പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ പ്രൊഡക്റ്റുകളിൽ ഏതെങ്കിലുമൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ ടാഗ് ചെയ്യുന്നു, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ വീഡിയോക്കുള്ളിലോ ഒക്കെ ആയിട്ട് ടാഗ് ചെയ്യുന്നു. അപ്പൊ അതിൽ നിന്ന് ആരെങ്കിലും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു കമ്മീഷൻ അതിന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഷോപ്പിംഗ് ഹബിൽ അവിടെ എത്രയാണോ കമ്മീഷൻ കൊടുത്തിരിക്കുന്നത് ആ ഒരു കമ്മീഷൻ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നതിന് യൂട്യൂബ് തരും. ഇപ്പം പുതിയ ഈ ഒരു അപ്ഡേറ്റിലൂടെ നമുക്ക് കുറച്ചുകൂടി യൂട്യൂബിന്റെ സൈഡിൽ നിന്നുള്ള അഫിലിയേറ്റ് ഏർണിംഗ് കൂടെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് മാത്രമല്ല ആരുടെ പ്രൊഡക്റ്റും നമുക്ക് യൂട്യൂബ് ഷോപ്പിംഗിലൂടെ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് സെൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ മൂന്നാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മിക്ക ആളുകളും, പുതുതായിട്ട് വരുന്ന ക്രിയേറ്റേഴ്സും പഴയ ക്രിയേറ്റേഴ്സും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് യൂട്യൂബിൽ വീഡിയോകൾക്ക് കാര്യമായിട്ടുള്ള വ്യൂ കിട്ടുന്നില്ല, യൂട്യൂബ് ഏർണിംഗ്സ് കുറയുന്നു. അപ്പൊ നമ്മൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം യൂട്യൂബിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പൊ ഈ ഒരു പ്രശ്നം പലരും ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതേ സമയത്ത് യൂട്യൂബിൽ നല്ല ഏർണിംഗ്സ് ഉണ്ടാക്കുന്ന കുറെ ക്രിയേറ്റേഴ്സ് വേറെയുണ്ട്. അപ്പോൾ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നവരെക്കാളും കൂടുതൽ പൈസ ഉണ്ടാക്കാത്ത ആളുകളാണ് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് സത്യത്തിൽ യൂട്യൂബിലുള്ളത്. യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന് കുറേയധികം പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് സെർച്ചബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടന്റുകൾ എടുക്കാൻ പറ്റും. അൺലിമിറ്റഡ് ആയിട്ടുള്ള കണ്ടന്റും അൺലിമിറ്റഡ് ആയിട്ടുള്ള ഡേറ്റാബേസുമാണ് യൂട്യൂബിനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ യൂട്യൂബിനെ ബീറ്റ് ചെയ്ത് മറ്റൊരു പ്ലാറ്റ്ഫോം സത്യത്തിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും ഒരു സെർച്ചബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം അല്ല. സെർച്ച് ചെയ്ത് നമുക്ക് ആ സെർച്ച് ചെയ്യുന്ന കണ്ടന്റുകൾ, അതേപോലെ നമുക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ എത്തിച്ചേരുന്ന ഒരു പ്ലാറ്റ്ഫോമുകളൊന്നും അല്ല ഈ ഫേസ്ബുക്ക് ഒന്നും. ഫേസ്ബുക്കിലും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എല്ലാ രീതിയിലുള്ള കണ്ടന്റുകളൊന്നും ഫേസ്ബുക്കിലൂടെ വൈറലാവുകയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ റൺ ആവുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പം അതേ സമയത്ത് യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് കണ്ടന്റും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതേപോലൊരു പ്ലാറ്റ്ഫോം കൂടെ വരാൻ പോകുന്നു എന്നുള്ളൊരു സൂചന നമുക്കിപ്പം കിട്ടുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്, ട്വിറ്ററിനെ ഇലോൺ മസ്ക് വാങ്ങി അതിനുശേഷം എക്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ആക്കി അതിനെ മാറ്റി. അപ്പൊ എക്സിന്റെ തന്നെ അടുത്തൊരു വേർഷൻ, അടുത്തൊരു ആപ്പ് വരാനായിട്ട് പോവുകയാണ്, എക്സ് TV എന്ന് പറയുന്ന ആപ്പ്. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോം ഫുള്ളി AI പവേർഡ് ആയിരിക്കും. അതുപോലെ തന്നെ അൺലിമിറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഇതിൽ ലഭിക്കും. മോണിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇപ്പം ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. പക്ഷെങ്കിൽ സെർച്ചബിൾ ആയിട്ടുള്ള യൂട്യൂബ് പോലെ തന്നെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും ഈ എക്സ് TV എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മോണിറ്റൈസേഷനും വന്നെങ്കിൽ കണ്ടന്റുകൾ ആളുകൾ അവിടെ ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. കണ്ടന്റും ഡേറ്റാബേസും ഉണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ അതിലേക്ക് വരികയും അത് വാച്ച് ചെയ്യാനായിട്ട് നോക്കുകയും ചെയ്യത്തുള്ളൂ. അപ്പം മോണിറ്റൈസേഷന്റെ കാര്യം ഒരു പക്ഷേ ഈ എക്സ് TV വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ മോണിറ്റൈസേഷൻ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം വന്നാൽ നിങ്ങൾ അവിടെ പോയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. മാക്സിമം നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.